Good morning, students. Today I am going to teach political science class 8. So next chapter is why do we need a parliament? What is the parliament? Parliament, the highest lawmaking body of the country, consisting of Lok Sabha, Rajya Sabha and President. Parliament എന്ന് പറയുന്നത് പ്രസിഡന്റും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് പാർലമെന്റ്. പാർലമെന്റിന് രണ്ട് ഹൗസ് ഉണ്ട്, ലോകസഭയും രാജ്യസഭയും. ലോകസഭയെ നമ്മൾ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നു. ലോകസഭയിലെ ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണ്? 545 ടോട്ടൽ മെമ്പേഴ്സ് ആണ് ലോകസഭയിലുള്ളത്. 5 വർഷം കൂടുമ്പോഴാണ് ലോകസഭയിലേക്ക് എലക്ട് നടക്കുന്നത്. സ്പീക്കറാണ് ലോകസഭയുടെ തലവനായിട്ട് വരുന്നത്. സ്പീക്കറാണ് പ്രിസൈഡഡ് ഓവർ ബൈ ദി സ്പീക്കർ. ഓക്കെ. രാജ്യസഭയെ നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നു, അല്ലെ? ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്? 245 ആണ് രാജ്യസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്. വൈസ് പ്രസിഡന്റ് ആണ് ഇതിന്റെ ചെയർഡ് ബൈ ദി വൈസ് പ്രസിഡന്റ് ആണ് ഇതിന്റെ തലവൻ. അപ്പം പാർലമെന്റ് എന്ന് പറയുന്നത് highest law-making body of the country, consisting of Lok Sabha and Rajya Sabha and President. Okay. Parliament enables citizens of India to participate in decision making and control the government, thus making it is the most important symbol of Indian democracy and a key feature of the Constitution. അപ്പം പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ സിറ്റിസൺസിന് ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെമോക്രസിയിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിമ്പിളും കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടൻ്റ് ആയ കീ ഫീച്ചറും കൂടിയാണ്. അതായത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് പഠിച്ചില്ലേ? Okay, then next, why should people decide? India, as we know, became independent on 15th August 1947. This was a long and difficult struggle in which many sections of society participated. അപ്പം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയി. അതൊരു ലോങ് സ്ട്രഗിൾ ആയിരുന്നു. അപ്പം അതുപോലെ they were inspired by the ideas of freedom, equality and participation in decision making. അപ്പോൾ എന്താണ്? അതുപോലെ വേരിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആളുകൾ ആ സ്ട്രഗിളിൽ ജോയിൻ ചെയ്തു. അവരാണ് ഫ്രീഡമിൻ്റെയും ഈക്വാളിറ്റിയുടെയും ഒക്കെ ഐഡിയാസ് ഇൻസ്പയർ ചെയ്തിട്ട് ഡിസിഷൻ മേക്കിങ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. Okay. Then the nationalists began to openly criticize the British government and make demands. അപ്പം അങ്ങനെ ഈ നാഷണലിസ്റ്റ് ആയ ആളുകളെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ അവർ ചില ഡിമാൻഡ്സ് ഒക്കെ വയ്ക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്ത എന്താണ്? ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമുള്ള റൈറ്റ് വേണമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് they did not allow for all adults to vote nor could people participate in decision making. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് എല്ലാ അഡൽട്സിനും വോട്ട് ചെയ്യുവാനോ ഡിസിഷൻസ് മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനോ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം എന്താണ്? എല്ലാ അഡൽട്സിനും വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ടായി. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, പീപ്പിൾ ആൻഡ് their റെപ്രസെൻറ്റേറ്റീവ്സ്. It is a decision of people that creates a democratic government and decides about its functionings. അതായത് ഈ ഡെമോക്രസിയുടെ അർത്ഥം എന്താണ്? ഇൻഡിവിജ്വലിനാണ് ഡെമോക്രസിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്.
അപ്പം സിറ്റിസൺസിനുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണം ഗവൺമെൻറ് നടത്തേണ്ടത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ആളുകൾ ഇതിൽ അപ്രൂവൽ ആകുന്നതെന്ന് നോക്കിയേ. ഹൗ ഡസ് ദ ഇൻഡിവിജ്വൽ ഗീവ് അപ്രൂവൽ ടു ഗവൺമെൻറ്? ഗവൺമെൻറ്റിൽ എങ്ങനെയാണ് ആളുകൾ അപ്രൂവൽ ചെയ്യുന്നത്? അതായത് ഒരു രീതി ഏതാണ്? ഇലക്ഷൻസ്. ഇപ്പം ഇലക്ഷൻസ് ആണ് ഫസ്റ്റിൽ പറയുന്നത്. പീപ്പിൾ വിൽ എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ് ടു ദ പാർലമെൻറ്റ്. Then one group from among these elected representatives forms the government. അപ്പം എന്താണ് ഒരു രീതി? അതായത് എലക്ഷനാണ് വഴിയാണ് ഒരു രീതി. എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന ഒരു ഗ്രൂപ്പ് ആണ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദ പാർലമെൻറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഓൾ റെപ്രസെൻറ്റേറ്റീവ്സ് ടുഗദർ കൺട്രോൾ ആൻഡ് ഗൈഡ്സ് ദ ഗവൺമെൻറ്. അപ്പം പാർലമെൻറ്റ് പറയുന്നത് എന്താണ്? ഈ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാം ഒരുമിച്ച് വരുന്നതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അവരാണ് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും ഒക്കെ അവരാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓക്കെ, യൂസ് ദ ടേംസ് കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് റെപ്രസെൻറ്റ് എക്സ്പ്ലെയിൻ ഹൂ ആൻ MLA ഈസ് ആൻഡ് ഹൗ ദി പേഴ്സൺ ഗെറ്റ് എലക്റ്റഡ്. ഇപ്പോൾ MLA എന്ന് പറഞ്ഞാൽ എന്താണ്? MLA മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഇപ്പം നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഓരോ മെമ്പേഴ്സിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതായത് 2-3 പാർട്ടികൾ അല്ലെങ്കിൽ 4-5 പാർട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു കാൻഡിഡേറ്റ് മാത്രമേ ഓരോ പാർട്ടികളുടെ ഇടയ്ക്ക് ഓരോ കാൻഡിഡേറ്റ് നിൽക്കും. പക്ഷേ അതിലൊരാളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മജോറിറ്റി ആർക്കാണോ കിട്ടുന്നത് അവരാണ് ജയിക്കുന്നത്. അദ്ദേഹം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പോകും. അപ്പം അങ്ങനെയാണ് MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, ദെൻ ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, സൻസദ് എന്നാണ് പറയുന്നത്, ഇറ്റ്സ് എ സുപ്രീം ലോ മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പാർലമെൻറ്റിന് 2 ഹൗസസ് ഉണ്ട്. ഇറ്റ് ഹാസ് 2 ഹൗസസ്, രാജ്യസഭ ആൻഡ് ലോകസഭ. ദെൻ രാജ്യസഭയെ നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നു. വിത്ത് എ ടോട്ടൽ സ്ട്രെങ്ത് 245 ആണ്. ചെയർഡ് ബൈ ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദെൻ നെക്സ്റ്റ് ലോകസഭ, ഹൗസ് ഓഫ് പീപ്പിൾ വിത്ത് എ ടോട്ടൽ മെമ്പർ 545, presided over by the speaker. Okay, then next, role of the parliament. The parliament in our system has immense powers because it is the representative of the people elect to the parliament. അപ്പോൾ എന്താണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്? ഒത്തിരി പവർ ഉള്ളതാണ്. പീപ്പിൾ എലക്ട് ചെയ്യുന്ന ആളുകൾ, അതായത് പാർലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? ലോകസഭയും രാജ്യസഭയും ചേരുന്നതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ലോകസഭയിലെ 5 വർഷം കൂടുമ്പോഴാണ് എലക്ഷൻസ്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഓരോ ആളുകൾ ജയിച്ച് പാർലമെൻറ്റിലെത്തുന്നു. എലക്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? MPമാരെന്ന് പറയുന്നത്. എലക്ട് ചെയ്യുന്ന ആളുകളെയാണ് MPമാരെന്ന് പറയുന്നത്. അപ്പം ഈ MPമാരെല്ലാം കൂടി ചേർന്നാണ് പാർലമെൻറ്റ് ആകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ദ പാർലമെൻറ്റ്. അടുത്ത നോക്കിയേ, ടു സെലക്ട് ദ നാഷണൽ ഗവൺമെൻറ്. ഫസ്റ്റ് ഫങ്ഷനാണ് നാഷണൽ ഗവൺമെൻറ് ഉണ്ടാക്കുക. അതായത് ദ പാർലമെൻറ്റ് ഇൻ ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, ദ രാജ്യസഭ ആൻഡ് ലോകസഭ. ആഫ്റ്റർ ദ ലോകസഭ ഇലക്ഷൻസ് എ ലിസ്റ്റ് ഈസ് പ്രിപ്പയർഡ് ഷോയിങ് ഹൗ മെനി MPs ബിലോങ് ടു ദ പൊളിറ്റിക്കൽ പാർട്ടി. അപ്പം നമ്മൾ ലോകസഭ ഇലക്ഷൻ കഴിയുമ്പോൾ എത്ര MPമാർ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ് ബിലോങ് ചെയ്യുന്നതെന്ന് ഒരു ലിസ്റ്റ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ അതെ നോക്കി. ഭാരതീയ ജനതാ പാർട്ടിക്ക് 182 മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബഹുജൻ സമാജ് പാർട്ടി 14, മാർക്സിസ്റ്റ് പാർട്ടിക്ക് 33. അങ്ങനെ ഓരോ പാർട്ടിക്കും എത്ര പേര് MPമാരുണ്ട് എന്നുള്ളത് ഒന്നൊരു ലിസ്റ്റ് ഇടും. അങ്ങനെ അതിനുശേഷം ഫോർ എ പൊളിറ്റിക്കൽ പാർട്ടി to form the government, they must have a majority of elected MPs.
അപ്പം എന്താണ്, അപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഗവൺമെൻറ് ഫോം ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ളവരെയാണ്, അവരാണ് റൂൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എം പിമാർ ഏത് പാർട്ടിക്കാണുള്ളത് അവരാണ് റൂൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, സിൻസ് there are 543 elected members in ലോകസഭ, ലോകസഭയിൽ 543 elected members ഉണ്ട്. To have majority party should have at least half the number. അപ്പം എന്താണ്, ഗവൺമെൻറ് ഫോം ചെയ്യണമെങ്കിൽ എത്ര പേര് വേണം? മജോറിറ്റി ആകണമെങ്കിൽ ഒരു പാർട്ടിക്ക് 272, അതായത് 272 മെമ്പേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. അതായത് ഹാഫ് നമ്പർ കൂടുതൽ വേണം എന്നെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ, മജോറിറ്റി പാർട്ടി ആകാൻ മജോറിറ്റി ആകത്തുള്ളൂ. അപ്പം the opposition in parliament is formed by all the political parties that oppose the majority party. അപ്പം ബാക്കിയുള്ള അവരെല്ലാം ഓപ്പോസിഷൻ പാർട്ടിയായിട്ട്, ബാക്കി മെമ്പേഴ്സ് എല്ലാം കൂടെ ഓപ്പോസിഷനായിട്ട്. നെക്സ്റ്റ് കോയിലേഷൻ ഗവൺമെൻറ് എഴുതുന്നുണ്ട്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ലോകസഭ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്താണ് ലോകസഭയുടെ? ദ എക്സിക്യൂട്ടീവ് വാസ് a group of persons who work together to implement the laws made by the parliament. അപ്പം എക്സിക്യൂട്ടീവിനെ സെലക്ട് ചെയ്യുക എന്നാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. അതായത് പാർലമെൻറ്റ് ഉണ്ടാക്കിയ ലോസ് എല്ലാം എന്താണ്, പാർലമെൻറ്റ് ഉണ്ടാക്കിയ ലോസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവിനെ എലക്ട് ചെയ്യുന്ന ലോകസഭയാണ്. ഓക്കെ, ദെൻ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ലോകസഭ ഈസ് എ ലീഡർ ഓഫ് ദ റൂളിംഗ് പാർട്ടി ഇൻ ദ ലോകസഭ. അപ്പം പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്ററാണ് റൂളിംഗ് പാർട്ടിയുടെ ലീഡർ. ഓക്കെ, അപ്പം എം പിമാരിൽ നിന്നും MPs who belongs to her party, the Prime Minister select ministers to work with her to implement decisions. These ministers then take charge different areas of government functioning, health, education, finance. അപ്പം പ്രൈം മിനിസ്റ്ററാണ്, ഈ എം പിമാരിൽ നിന്നും പ്രൈം മിനിസ്റ്ററാണ് മിനിസ്റ്റർമാരെ സെലക്ട് ചെയ്യുന്നത്. അവർക്ക് ഓരോ സെക്ഷൻസ്, അതായത് ഹെൽത്ത് മിനിസ്റ്റർ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് കൊടുക്കും. ദെൻ നെക്സ്റ്റ്, often times in a recent past it has been different for a single political party to get the majority there is required to form the government. അപ്പം എന്താന്ന് നോക്കിയേ, they then join together with different political parties who are interested in similar concern to form what is known as the coalition government. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും മജോറിറ്റി കിട്ടാതെ വരുമ്പോൾ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം സെയിം കൺസേൺ ആയിരിക്കണം, അല്ലെ ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ കോയിലേഷൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മജോറിറ്റി കിട്ടാതെ വരികയാണെങ്കിൽ വേറെ അടുത്ത പാർട്ടിയിൽ നിന്നും ഇങ്ങോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ കോയിലേഷൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ.